ശ്രീമദ് നാരായണീയം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ഗജാനന പദ്മാർക്കം ഗജാനനമഹറും നിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 7. ഓം നമോ ഭഗവതേ വാസുദേവായ. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയത്യാദിശദാ കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവധാംനാ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ബ്രഹ്മാവിൻ്റെ രാത്രി തുടങ്ങാൻ പോകുന്നു. ബ്രഹ്മാവ് ഉറങ്ങി. എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുള്ളതെല്ലാം സർവ്വതും ഭഗവാനിലേക്ക് ലയിച്ചു. ഭഗവാൻ അനന്തൻ്റെ മുകളിൽ ഉറക്കത്തിലുമായി, യോഗനിദ്രയിലുമായി. എല്ലായിടത്തും വെള്ളം മാത്രമായി മഹാപ്രളയമായി തീർന്നു. തത്ര ആദൗ, ആ പ്രളയ ആരംഭത്തിൽ പരിസുപ്ത ശക്തി വ്രജേന, തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോട് കൂടിയവനും. എല്ലാം ഇവിടെ ഭഗവാനിലേക്ക് ലയിച്ചിരിക്കുകയാണ്. അഖില ജീവധാംനാത്വയ, എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ അവിടുന്ന് ഭഗവാൻ. ത്വയ, അവിടുന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായിട്ടുള്ള ഒരേ ഒരാൾ ഈശ്വരൻ മാത്രമാണ്. അങ്ങനെയുള്ള അവിടുന്ന് പ്രളയത്തിൻ്റെ ആരംഭത്തിൽ എല്ലാം തന്നിലേക്ക് ലയിച്ചു. മൂലപ്രകൃതി മുതലായിട്ടുള്ളതെല്ലാം, ആ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായിട്ടുള്ള എല്ലാ ശക്തികളോട് കൂടിയവനും, എല്ലാം തന്നിലേക്ക് ലയിച്ചിരിക്കുന്നവനും, എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ ആ ഭഗവാൻ. പ്രളയാവസാനേ, പ്രളയത്തിൻ്റെ അവസാനത്തിൽ, പ്രബോധയ ഇതി, എന്നെ ഉണർത്തുക എന്ന്, കാലാഖ്യശക്തി, കാലമാകുന്ന ശക്തിയോട്, ആദിശത പ്രസുപ്തം കില, ആജ്ഞാപിക്കുന്നവനായിട്ട്, ആദിശത ആജ്ഞാപിക്കുന്നവനായിട്ട്, പ്രസുപ്തം കില, നിദ്രയിലാണ്ടുപോലും. ഭഗവാൻ ഇവിടെ ഉറങ്ങി, യോഗനിദ്രയിലാണ്ടു. എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു. അപ്പോൾ പ്രളയത്തിൻ്റെ ആ ആരംഭത്തിൽ തന്നിലേക്ക് ലയിച്ച എല്ലാ ശക്തികൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായിട്ടുള്ള ആ ഭഗവാൻ കാലമാകുന്ന ശക്തിയോട് പറഞ്ഞേൽപ്പിച്ചു, എന്നെ ഈ പ്രളയകാലം കഴിഞ്ഞാൽ ഉണർത്തണം എന്ന് ആജ്ഞാപിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ യോഗനിദ്രയിൽ ആണ്ടിരിക്കുന്നത്. അപ്പോൾ കാലശക്തിയും ഭഗവാനിലേക്ക് ലയിച്ചു. പ്രളയകാലം മുഴുവൻ ഉറങ്ങുമായിരുന്നു. പക്ഷേ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഒരു ദാസിയെ പോലെ കാലം നേരത്തെ എഴുന്നേറ്റു. എന്നിട്ട് ഭഗവാനെ വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അലാറം വെച്ചിട്ട് കിടക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയും, 8 മണിയാകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങൂലേ. അതുപോലെ ഇവിടെ ഭഗവാൻ കാലമാകുന്ന ശക്തി, ആ കാലമാകുന്ന ശക്തിയും ഉറങ്ങുകയാണ്, ഭഗവാനിലേക്ക് ലയിച്ചുറങ്ങുകയാണ്. എങ്കിലും ആ ശക്തിയോട് പറഞ്ഞേൽപ്പിക്കും. അപ്പോൾ ശക്തി ആദ്യം, കാലശക്തി ആദ്യം എഴുന്നേൽക്കണം, എന്നിട്ട് വേണം ഭഗവാനെ ഉണർത്താനായിട്ട്. പ്രളയത്തിൻ്റെ അവസാനം, പ്രളയം കഴിയുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനും യോഗനിദ്രയിൽ ആണ്ടു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.